ഒരു രാജ്യത്തെ അതിൻ്റെ സഖ്യകക്ഷികളുടെ മേൽ എന്നേക്കുമായി ആശ്രിതരാക്കി മാറ്റുന്നതിലല്ല, മറിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമാക്കുന്നതിലാണ് മികച്ച പ്രതിരോധ സഖ്യത്തിന്റെ വിജയം കുടികൊള്ളുന്നത്. ഈ മാസത്തിൽ സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഒപ്പുവെച്ച ചരിത്രപ്രസിദ്ധമായ മക്ക സംയുക്ത പ്രതിരോധ കരാർ റിയാദ് നേരിട്ട ഏതെങ്കിലും പെട്ടെന്നുള്ള ഭീഷണിയുടെ ഫലമായി ഉയർന്നുവന്ന ഒന്നല്ല. വടക്ക് നോക്കിയ യന്ത്രങ്ങൾ വ്യത്യസ്ത ദിശകളിൽ നിൽക്കുന്ന, ഭൂമിശാസ്ത്രപരമായും സാമ്പത്തിക സൈനിക ശേഷികളിലും വ്യത്യസ്തനായ മൂന്ന് രാജ്യങ്ങളുടെ തന്ത്രപരമായ താൽപ്പര്യങ്ങളുടെ സംഗമമാണ് ഈ കരാറിന് പിന്നിലുള്ളത്. പതിറ്റാണ്ടുകളായി മിഡിൽ ഈസ്റ്റിലെയും തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിലെയും സുരക്ഷ ഉറപ്പുവരുത്തിയിരുന്ന പഴയ ക്രമങ്ങൾക്ക് ഇനി പഴയതുപോലെ ഗ്യാരണ്ടി നൽകാനാവില്ലെന്ന തിരിച്ചറിവാണ് ഇതിലേക്ക് നയിച്ചത്. വ്യക്തമായ സവിശേഷതകളുള്ള മൂന്ന് പ്രാദേശിക ശക്തികളാണ് മക്കയിൽ ഒന്നിച്ചത്. കായിക, സാമ്പത്തിക, ഊർജ്ജശേഷിയും ഇസ്ലാമിക ലോകത്തുള്ള ആത്മീയ സ്വാധീനവുമുള്ള സൗദി അറേബ്യ, ശക്തമായ സൈന്യവും അതിവേഗം വളരുന്ന പ്രതിരോധ വ്യവസായവും, യൂറോപ്പ്, കരിങ്കടൽ, കിഴക്കൻ മെഡിറ്ററേനിയൻ എന്നിവയെ ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാന സ്ഥാനവുമുള്ള തുർക്കി, പിന്നെ പാകിസ്ഥാൻ. ഒരു പ്രബല വിദേശ ശക്തിയുടെ തണലിൽ മാത്രം കഴിയുന്ന രീതിയിൽ നിന്ന് മാറി അപകട സാധ്യതകൾ പങ്കുവയ്ക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും കഴിവുള്ള പ്രാദേശിക പങ്കാളിത്തങ്ങളുടെ ഒരു ശൃംഖലയിലേക്ക് മിഡിൽ ഈസ്റ്റിന്റെ സുരക്ഷാ ദർശനം മാറുന്നതിന്റെ തുടക്കമായി വേണം ഈ ഉടമ്പടിയെ കാണാൻ. കരാറിലെ പ്രധാന നിബന്ധന പ്രകാരം മൂന്ന് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനു നേർക്കുണ്ടാകുന്ന ആയുധമേന്തിയ ആക്രമണം മൂന്ന് രാജ്യങ്ങൾക്കും നേർക്കുള്ള ആക്രമണമായി കണക്കാക്കും. പ്രധാന സൈനിക സഖ്യങ്ങളുടെ കൂട്ടായ പ്രതിരോധ തത്വത്തിന് സമാനമാണിത്. എന്നാൽ ഇത് ഏതെങ്കിലും പ്രത്യേക രാജ്യത്തിന് എതിരല്ലെന്നും കേവലം ആത്മരക്ഷാർത്ഥമുള്ള കൂട്ടായ്മയാണെന്നും മൂന്ന് രാജ്യങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. റിയാദിന്റെ സങ്കീർണമായ സുരക്ഷാ അന്തരീക്ഷത്തിൽ തന്ത്രപരമായ വലിയ മൂല്യമാണ് ഈ സഖ്യം നൽകുന്നത്. തുർക്കിയുടെ നൂതന സൈനിക സാങ്കേതിക വിദ്യകളും പാകിസ്ഥാന്റെ പ്രതിരോധ പരിചയവും സൗദിയുടെ സാമ്പത്തിക ശേഷിയുമായി കൂടിച്ചേരുമ്പോൾ മേഖലയിൽ പുതിയൊരു സന്തുലിതാവസ്ഥ രൂപപ്പെടുന്നുണ്ട്. അടുത്ത കാലത്തായി സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ കനിവുണ്ടായ സാഹചര്യത്തിൽ ടെഹ്റാനുമായി ഒരു പുതിയ ഏറ്റുമുട്ടലിനുള്ള ഉപകരണമായി സൗദി ഈ കരാറിനെ ഉപയോഗിക്കില്ലെന്ന് കരുതാം. മറിച്ച് തങ്ങളെ ആക്രമിക്കാൻ ഒരുമ്പെടുന്ന ഏതൊരു ശക്തിയും അതിന്റെ പ്രത്യാഘാതം സൗദിയുടെ മാത്രം ശേഷി വച്ചല്ല, മറിച്ച് പങ്കാളിത്ത രാജ്യങ്ങളുടെ വൻ ശക്തി കൂടെ കണക്കിലെടുത്തായിരിക്കണം കണക്ക് കൂട്ടേണ്ടത് എന്ന മുന്നറിയിപ്പാണ് റിയാദ് നൽകുന്നത്. ആക്രമണങ്ങളെ തടഞ്ഞു നിർത്താനുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നത് യുദ്ധം ഉണ്ടാക്കാനല്ല, മറിച്ച് യുദ്ധത്തിന്റെ ചെലവ് അസഹനീയമായി ശത്രുവിനെ പിന്തിരിപ്പിക്കാനാണ് സഹായിക്കുന്നത്. നാറ്റോ അംഗവും വലിയ സൈനിക ശേഷിയുമുള്ള തുർക്കി എന്തുകൊണ്ട് ഈ സഖ്യത്തിന്റെ ഭാഗമായി എന്ന ചോദ്യത്തിന് ഉത്തരം അവരുടെ സ്വതന്ത്ര വിദേശ നയത്തിലാണ്. സിറിയ, ഇറാഖ്, ലിബിയ, കിഴക്കൻ മെഡിറ്ററേനിയൻ തുടങ്ങിയ മേഖലകളിൽ സ്വന്തം സുരക്ഷാ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ അങ്കാറ ആഗ്രഹിക്കുന്നു. ഗസയിലെ യുദ്ധ പശ്ചാത്തലത്തിൽ ഇസ്രായേലുമായി ഉടലെടുത്ത തർക്കങ്ങളും ഇസ്രായേൽ, ഗ്രീസ്, സൈപ്രസ് അച്ചുതണ്ടിന്റെ രൂപീകരണവും തുർക്കിയെ പുതിയ പ്രതിരോധ സഖ്യങ്ങൾ തേടാൻ പ്രേരിപ്പിച്ചു.